മറ്റൊരു ഇപ്പോൾ കേസ് ഈ നമ്മുടെ കൂടെ വൈദികർക്കും റിജു അതുപോലെ കാഞ്ഞൂക്കാരനുണ്ട്, അൽമായ മുന്നേറ്റം പ്രവർത്തകനാണ്. ശ്രീ റിജു, എങ്ങനെയാണ് ഇപ്പോഴുള്ള ഈ ഒരു സംഘർഷ സാധ്യതകൾ, അല്ലെങ്കിൽ ഈ ഒരു സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനി അൽമായ മുന്നേറ്റത്തിന്റെ നിലപാട് എങ്ങനെയായിരിക്കും? അല്ല, ഞങ്ങളുടെ നിലപാടിൽ ഒരു മാറ്റമില്ല. ഇപ്പോൾ നിലപാടിൽ മാറ്റം വന്നിട്ടുള്ളത് സിനഡിന്റെ ഭാഗത്തു നിന്നാണ്. സിനഡിന്റെ ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവ്, അതായത് ഒരു പ്രതീക്ഷ ഒരു മാറ്റം ഞങ്ങൾ കാണുന്നു. അത് ഞങ്ങൾ വളരെ ശുഭപ്രതീക്ഷയോടെ കാണുന്നു. കാരണം ഞങ്ങൾ ഈ ചർച്ചകൾ കഴിഞ്ഞ ഒരു 8-9 മാസമായി തുടർച്ചയായി വിഷയത്തിന് വേണ്ടി ചർച്ചകൾ നടത്തുകയും ചർച്ചകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തിരുന്ന വ്യക്തിയാണ് ഫാദർ ജോസഫ് പാംബ്ലാനി. ആ ജോസഫ് പാംബ്ലാനിയെ തന്നെ ഇവിടെ അപ്പസ്തോലിക് വികാരിയായി നിയമിച്ചുകൊണ്ട് സിനഡ് എടുത്ത തീരുമാനം വളരെ പ്രതീക്ഷയോടെ ആണ് ഞങ്ങൾ കാണുന്നത്. കാരണം അദ്ദേഹത്തിന് ഇവിടുത്തെ വിഷയങ്ങളെ കുറിച്ച് കൃത്യമായി ധാരണയുണ്ട്. ഇവിടുത്തെ വിശ്വാസികളും വൈദികരുമായി അടുത്ത ബന്ധമുണ്ട്. ഞങ്ങൾ പലവട്ടം ബിഷപ്പ് ഹൗസിലും സെന്റ് തോമസ് മൗണ്ടിലും ഒക്കെ ആയിട്ട് ചർച്ചകൾക്ക്, ബിഷപ്പ് കമ്മീഷന്റെ ചർച്ചകളിലും അല്ലാതെയും പല വട്ടങ്ങളിൽ ചർച്ചകൾക്ക് ഞങ്ങൾ ഒന്നിച്ചിരുന്നിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഈ സമയങ്ങളിലൊക്കെ എന്തുകൊണ്ടും മാർ ബോസ്കോയേക്കാളും വളരെ പോസിറ്റീവായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നത്. ലാസ്റ്റ് പട്ടവുമായി ബന്ധപ്പെട്ട് വീണ്ടും ചർച്ച നടത്തപ്പോഴും പുള്ളി എടുത്തിരുന്ന നിലപാട് എറണാകുളം അതിരൂപതയിലെ വിശ്വാസികൾക്കും വൈദികർക്കും സ്വീകാര്യമായിരുന്നു. പക്ഷേ അതിനെ അട്ടിമറിച്ചത് മാർ ബോസ്കോയാണ്. ആ ബോസ്കോയെ അട്ടിമറിച്ചത് കൊണ്ടാണ് ഇപ്പോൾ തുടർന്നുണ്ടായ ഈ പ്രതിഷേധങ്ങളും സമര പരിപാടികളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാർ ജോസഫ് പാംബ്ലാനി കടന്നു വരുമ്പോൾ ഞങ്ങൾ വളരെ പ്രതീക്ഷിതരായി നോക്കിക്കാണുന്നു. അദ്ദേഹം ഇതുവരെ എടുത്തിട്ടുള്ള നിലപാട് അനുസരിച്ച് ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ വിശ്വാസ സമൂഹം എന്ത് ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പരിഗണിച്ചുകൊണ്ട് ഒരു നിലപാടും ഒരു പരിപാടികളുമാണ് ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾ അതിന് സ്വാഗതം ചെയ്യും. അതല്ല, മാർ ബോസ്കോ പിന്തുടരുന്ന അതേ രീതി തന്നെയാണ് അദ്ദേഹം പിന്തുടരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ സമാധാന അന്തരീക്ഷം ഉണ്ടാകുകയില്ല. ഞങ്ങൾ അതിനെ ശക്തമായി പ്രതിരോധിക്കും. കാരണം എറണാകുളം അതിരൂപതയിലെ 6.5 ലക്ഷം വിശ്വാസികളിൽ 99% 490 വൈദികളിൽ 475 വൈദികരും ഒരേ നിലപാടുമായി നിൽക്കുകയാണ്. അതായത് ഞങ്ങൾ എന്തുകൊണ്ട് ആ നിലപാടെടുത്തിരിക്കുന്നു എന്ന് കൃത്യമായി സഭാ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് എറണാകുളം അതിരൂപതയിലെ എത്ര വിശ്വാസികൾ, എത്ര വൈദികർ, എത്ര ഇടവകകൾ, 328 ഇടവകളിൽ 321 ഇടവകളിലും ജനാവിന് കുർബാന നടക്കുന്നു. അവിടെ മുഴുവൻ പാരിഷ് കൗൺസിലുകളും ഇത് മാത്രമേ പറ്റൂ എന്ന് പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു. ഇതിനെയൊക്കെ ഒരു സർക്കുലർ വഴി അതിക്രമിച്ച് കയറി അട്ടിമറിക്കാമെന്ന് സഭാ നേതൃത്വം വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ബോഷ്കത്വമാണ്. അതായത് ഗ്രൗണ്ട് റിയാലിറ്റിയെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ്, അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റുമെന്നുള്ള 18-ാം നൂറ്റാണ്ടിലെയോ 16-ാം നൂറ്റാണ്ടിലെയോ ഒക്കെയുള്ള സഭയുടെ നേതൃത്വങ്ങൾ കരുതിയിരുന്ന ശൈലിയാണ്. ഇത് 21-ാം നൂറ്റാണ്ടാണ് എന്നും ഇവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി ഇതാണെന്നും ഞങ്ങൾ ഇവരെ കൂടി പരിഗണിച്ച് ഒരു സമവായം ഉണ്ടാക്കി അതിലൂടെ പോയാൽ സഭയിൽ സമാധാനം ഉണ്ടാകാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയാൽ പ്രശ്നം തോന്നും. ഇവർക്ക് എറണാകുളം അതിരൂപതയെ അംഗീകരിക്കാനോ എറണാകുളം രൂപതയുടെ കുർബാന രീതിയിൽ അംഗീകരിക്കാനോ ഒരു 10 മിനിറ്റ് നേരത്തെ പ്രശ്ന പരിഹാരം വേണമെന്ന് ചിന്തിച്ച് കൂടിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ എവിടെയുള്ളൂ. കാരണം എറണാകുളം അതിരൂപതയിൽ 6.5 ലക്ഷം വിശ്വാസികളുണ്ട്. സിറോ-മലബാർ സഭയിൽ മൊത്തമുള്ളത് 50 ലക്ഷത്താഴ് വിശ്വാസികളാണ്. അതിൽ തന്നെ 22 രൂപതകൾ, 35-ൽ 34 രൂപ നടപ്പാക്കി എന്ന് പറയുമ്പോഴും 22 രൂപതകൾ ആകെ ചേർന്നാൽ 6.25 ലക്ഷം വിശ്വാസികളെ വരുന്നുള്ളൂ. അതിനേക്കാൾ കൂടുതലാണ് എറണാകുളം അതിരൂപത എന്ന ഒറ്റ അതിരൂപതയുടെ വിശ്വാസികളുടെ ജനസംഖ്യ. അപ്പോൾ ഈ 6 ലക്ഷം വിശ്വാസികൾ, 1,20,000-ഓളം കുടുംബങ്ങൾ, ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അത് ഒരു ലിറ്റർജിക്കൽ വേരിയന്റ് ആയിട്ട് ഇവിടുത്തെ വിശ്വാസികളെയും വൈദികരെയും വേർതിരിക്കാതെ, അതായത് 2 തരക്കാരാക്കാതെ അത് പരിഗണിച്ചാൽ ഈ പ്രശ്നങ്ങൾ തീർന്നു. കാരണം ഇത് നടക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളത് കൃത്യമാണ്. കാരണം കോട്ടയം രൂപതയിൽ യാക്കോബായ സഭയിൽ നിന്ന് ചേർന്ന വെറും 1000 വീട്ടുകാർക്ക് വേണ്ടി പോലും സിറോ-മലബാർ സഭയിൽ വ്യത്യസ്തമായ ആരാധനക്രമം നിലവിലുണ്ട്. ഇപ്പോൾ തന്നെ 1000 വീട്ടുകാർക്ക് ഒരു മെത്രാനുണ്ട്, മാർ അപ്രൈം എന്ന് പറഞ്ഞ്. അത് നടപ്പാക്കാമെങ്കിൽ ഈ 6 ലക്ഷം വിശ്വാസികളെ പരിഗണിക്കാൻ സഭയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത് പരിഗണിക്കാതിരിക്കുന്നത് ഇവിടെ കലാപം ഉണ്ടാകും, ഇവിടെ സമാധാനം പുലരരുത് എന്ന് ആഗ്രഹിക്കുന്ന സഭയിലെ ചില മെത്രാന്മാരുടെ കുബുദ്ധികളാണ്. അതിനെ നേരിടാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങൾ മാർ ജോസഫ് പാംബ്ലാനിയുടെ വരവിനെയും അദ്ദേഹത്തിന്റെ നിലപാടെയും ഞങ്ങൾ സ്വാഗതം വീക്ഷിക്കുന്നു. അദ്ദേഹത്തെ പ്രത്യാശയോടെ ഞങ്ങൾ നോക്കിക്കാണുന്നു, പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഞങ്ങൾക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് കൂടി പരിഗണിച്ച് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് എങ്കിൽ മാത്രം.
ശ്രീ റിജു, എന്തായാലും സഭാ നേതൃത്വം ഇത്തരത്തിൽ നിങ്ങൾക്കെതിരെ ഒരു നടപടി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പരോക്ഷമായ ഒരു പിന്തുണ അവിടെ ഉണ്ടെന്നല്ലേ? ആരുടെ പിന്തുണയാണ് സഭാ നേതൃത്വത്തിന് ലഭിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾക്കറിയാൻ സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരാണ് സഭാ നേതൃത്വത്തെ ഇത്തരത്തിലൊരു വഴിയിലേക്ക് നയിച്ചത് എന്ന് പറയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ഞങ്ങൾ ഈ സിനഡ് തുടങ്ങുന്നതിന് മുമ്പ് നിരവധി ബിഷപ്പുമാരുമായി വ്യക്തിപരമായും ഒക്കെ കണ്ടിരുന്നു. ഞങ്ങൾ അവരോടൊക്കെ സംസാരിച്ചിരുന്നു. ഞങ്ങളിൽ അവസാന നിലപാട് ഇതാണ് എന്നും നമ്മൾ പറഞ്ഞിരുന്നു. ഈ നിലപാടിന് വിട്ട് ഞങ്ങൾക്ക് പോകാൻ സാധിക്കില്ല എന്നും പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ജൂലൈ 1-ാം തീയതി രൂപപ്പെടുത്തിയ മാർ പാംപ്ലാനിയുടെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തിയ സമവായം നടപ്പാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിൽ നിന്ന് പുറകോട്ട് പോയത് സിനഡ് നേതൃത്വമാണ്. അതിൽ ഒപ്പിട്ടിട്ടിരിക്കുന്നത് വത്തിക്കാനു വേണ്ടി അന്നത്തെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായ മാർ ബോസ്കോയും സിറോ മലബാർ സഭയ്ക്ക് വേണ്ടി മേജർ ആർച്ച് ബിഷപ്പായ റാഫേൽ ബിഷപ്പും. അതിന്റെ വാലിഡിറ്റി വളരെ വലുതാണ്. അത് നടപ്പാക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് കൃത്യമായി ഞങ്ങൾ ധരിപ്പിച്ചിരുന്നു. സിനഡ് അത് ചർച്ച ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചുള്ള തീരുമാനമാണ് വന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.